Hi everyone, this is Henna. Welcome to Henna's English. ഇന്ന് നമുക്ക് ഐ എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. ഈ വാക്കിന് ഞാൻ എനിക്ക് എന്നാണ് അർത്ഥം. ഞാൻ എന്നും അർത്ഥമുണ്ട്, എനിക്ക് എന്നും അർത്ഥമുണ്ട്. രണ്ട് സെൻറ്റൻസുകൾ നോക്കൂ. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ഈ സെൻറ്റൻസിൽ ഐ എന്ന വാക്കിന് ഞാൻ എന്നാണ് അർത്ഥം. ഹാം എന്ന് പറഞ്ഞാൽ ആണ്, എ ഒരു, സ്റ്റുഡൻറ്റ് എന്നാൽ വിദ്യാർത്ഥി. അടുത്ത സെൻറ്റൻസ് ഐ ഹാവ് എ കാറ്. എനിക്ക് ഒരു കാറുണ്ട്. ഈ സെൻറ്റൻസിൽ ഐ എന്ന വാക്കിന് എനിക്ക് എന്നുമാണ് അർത്ഥം. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, എ കാറ് ഒരു കാറ്. ഇനി നമുക്ക് ഐ എന്ന വാക്കിൻ്റെ മറ്റ് രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൈ, മീ, മൈൻ ഇവയാണ് ഐ എന്ന വാക്കിൻ്റെ മറ്റ് രൂപങ്ങൾ. ആദ്യം നമുക്ക് മൈ എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. എൻ്റെ എന്നാണ് മൈ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു സെൻറ്റൻസ് നോക്കൂ. ദിസ് ഈസ് മൈ ബൈക്ക്. ഇത് എൻ്റെ ബൈക്കാണ്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ഈസ് ആണ്, മൈ എൻ്റെ ബൈക്ക്. ഇനി അടുത്തത് മീ. മീ എന്ന വാക്കിന് എന്നെ, എനിക്ക്, എന്നോട് എന്നാണ് മീ എന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ. കുറച്ച് സെൻറ്റൻസുകൾ നോക്കൂ. ഹീ കോൾഡ് മീ. അവൻ എന്നെ വിളിച്ചു. ഈ സെൻറ്റൻസിൽ മീ എന്ന വാക്കിന് എന്നെ എന്നാണ് അർത്ഥം. കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു. അടുത്തത് ഷീ ഗവ് മീ എ ബുക്ക്. അവൾ എനിക്ക് ഒരു പുസ്തകം തന്നു. ഈ സെൻറ്റൻസിൽ മീ എന്ന വാക്കിന് എനിക്ക് എന്നുമാണ് അർത്ഥം. ഗവ് എന്ന് പറഞ്ഞാൽ തന്നു അല്ലെങ്കിൽ നൽകി എന്നാണ് അർത്ഥം. അടുത്തത് ഹീ ആസ്ക്ഡ് മീ. അദ്ദേഹം എന്നോട് ചോദിച്ചു. ഈ സെൻറ്റൻസിൽ മീ എന്ന വാക്കിന് എന്നോട് എന്നാണ് അർത്ഥം. ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു. അടുത്തത് മൈൻ. മൈൻ എന്ന വാക്കിന് എൻ്റേത് എന്നാണ് അർത്ഥം. ഒരു സെൻറ്റൻസ് നോക്കൂ. ദാറ്റ് ഫോൺ ഈസ് മൈൻ. ആ ഫോണ് എൻ്റേതാണ്. ദാറ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ ആ ഫോണ്, ഈസ് ആണ്, മൈൻ എൻ്റേത്.